വരുന്ന സെൽഫ് ഡൗട്ട്സിന് ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഞാനുമായിട്ട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോനകത്ത് ഷെയർ ചെയ്യാം. അതിന് മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ദാറ്റ് ത്രൂ ഔട്ട് ദിസ് ചാനൽ അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എന്നെ പ്രൊജക്ട് ചെയ്യാനല്ല ഞാൻ ട്രൈ ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഇൻകൺസിസ്റ്റൻസി ആയിക്കോട്ടെ, ഡിസിപ്ലിൻ ഇല്ലായ്മ ആയിക്കോട്ടെ, മോട്ടിവേഷൻ ഇല്ലായ്മ, സെൽഫ് ഡൗട്ട്, കമ്പാരിസൺ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയാ എനിക്ക് വരുന്നൊരു സംഭവമാണ്. ഞാൻ എല്ലാ മനുഷ്യന്മാർക്കും വരുന്നൊരു കാര്യമാണ്. ഐ ഡോണ്ട് തിങ്ക് സോ എത്ര സക്സസ്ഫുൾ ആയിട്ടൊരു വ്യക്തി ആയിക്കോട്ടെ, ദർ വുഡ് ബി ഡേയ്സ് in their life too they feel very heavy, very emotional, അല്ലെങ്കിൽ എന്താ പറയാ very low. So everyone have. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് കൈൻഡ് ഓഫ് ചാനൽസ് അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എപ്പോഴും അടിപൊളിയായിട്ടൊന്നും പോകണമെന്നില്ല. സോ ഫോർ മീ ഓൾസോ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിനകത്തും പറയുന്നതാണ്, ത്രൂ ഔട്ട് മൈ വീഡിയോസ് ഞാനും ലേൺ ചെയ്യലുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഇമ്പ്രൂവ് ആക്കുന്നതിലൂടെ എന്റെ മൈൻഡിൽ വരുന്ന തോട്ട്സ് അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങളിലോട് ഞാൻ എത്തിക്കുന്നത്. ഈ ലെവലിൽ നമ്മുടെ ലൈഫ് കൊണ്ടുപോയാൽ ബെറ്റർ ആയിരിക്കും. ആ ലെവലിൽ ഞാനും എന്റെ ലൈഫ് കൊണ്ടുപോകണം, നിങ്ങളും അങ്ങനെ കൊണ്ടുപോയിക്കുന്ന ബെറ്റർ ആണ് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കും നോർമൽ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, അതായത് ഇൻകൺസിസ്റ്റൻസി, അതേപോലെ തന്നെ ഡിസിപ്ലിൻ ഭയങ്കര കമ്മിയാവുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, ലോ ഡേയ്സ് ഞാൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് തിങ് ആണ് എന്റെ ത്രൂ ഔട്ട് മൈ അക്കൗണ്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയാ അങ്ങനെ ആനയിടാന്ന് പറയുന്നത് ആ ഒരു രീതിയിലല്ല എന്റെ ഒരു കണ്ടന്റ്സും പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. എന്നെ എപ്പോഴൊക്കെയാണോ ഈ സെൽഫ് ഡൗട്ട് ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഐ തിങ്ക് ഈ വർഷം കമ്പാരിറ്റീവ്ലി കുറച്ച് എന്താ പറയാ കുറച്ച് കൂടുതലാണ്. റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നമ്മൾ ചെയ്യണ സമയത്താണ് നമുക്ക് സെൽഫ് ഡൗട്ട് വരാം. അത് എത്ര പേര് ഒബ്സർവ് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. നമ്മൾ ഒന്നും ചെയ്യാത്ത പക്ഷം നമ്മളിങ്ങനെ പോവാണ്, അവിടെ കമ്പാരിസൺ വരുമായിരിക്കും, അയ്യോ ഞാൻ ഒന്നും കൊള്ളില്ല, ആ ഒരു രീതിയിലെ കൈൻഡ് ഓഫ് തിങ്സ് വരുമായിരിക്കും. പക്ഷെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ തന്നെ പറയാം. ഇപ്പൊ റീസെന്റ് ഒരു 184 സംതിങ് ഡേയ്സ് ആയിട്ട് ഞാൻ 5 മണിക്ക് എണീക്കുന്ന ചാലഞ്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയും ദിവസമായി. ആ അത്രയും ദിവസം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 5 AM എണീക്കാന്ന് പറഞ്ഞാൽ അത് എന്റെ ഒരു ഔട്ട് ഓഫ് കംഫർട്ട് സോൺ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. അത് ജസ്റ്റ് ഒരു ടാഗ് ഉണ്ടതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചോളം അടുത്ത 365 ഡേയ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ഒരു ടാസ്ക്, ഒരു എന്താ പറയാ സംതിങ് ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർ ടു കംപ്ലീറ്റ് ദാറ്റ് ടാസ്ക്. അപ്പൊ എന്താ പറയാ, ഈ ഒരു 184 ഡേയ്സ് ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം ദർ വുഡ് ബി വീഡിയോസ് ദാറ്റ് ഗോസ് ലൈക്ക് വെരി ഗുഡ് വേ. അതേസമയം ദർ ആർ വീഡിയോസ് ദാറ്റ് ഗോസ് ലൈക്ക് വെരി ലോ, അല്ലെങ്കിൽ എന്താ പറയാ ഒട്ടും വർക്ക് ആവാത്ത വീഡിയോസ് ഉണ്ടാവും. ഈ ഒരു 184 ഡേയ്സിൽ എന്റെ ഒരു ഗ്രാഫ് പോയത് ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെയൊക്കെ, അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും പോയിട്ടില്ല. സോ നമുക്ക് ഇങ്ങനെ പോകുമ്പോഴും കുഴപ്പമുണ്ടാവില്ല. ദർ വുഡ് ബി ഡേയ്സ് ഭയങ്കര താഴെ കൂടെ പോണ ആ ഒരു ടൈം. ഈ താഴെ ചിലപ്പോൾ 10 ദിവസം ലോങ് ലാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 15 ദിവസം പോവാം, അല്ലെങ്കിൽ ദർ വിൽ ബി ഡേയ്സ് 2 ദിവസം അങ്ങനെ പോയിട്ട് പിന്നെ മേലോട്ട് പോവാം. സോ ഡിപ്പെൻസ്. ബട്ട് ഭയങ്കര ലോ ആയിട്ട് പോകുന്ന ദിവസങ്ങളിലൊക്കെ ഐ യൂഷ്വലി ഡു ദാറ്റ്. എനിക്ക് സെൽഫ് ഡൗട്ട് വരലുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് 2 ലെവലിൽ തിങ്ക് ചെയ്യും. അതായത് സെൽഫ് ഡൗട്ട് വരുന്ന സമയത്ത് ആയിക്കോട്ടെ, ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് ഇൻ എൻറ്റയർ മൈ ലൈഫ്, സെൽഫ് ഡൗട്ട് വരുമ്പോൾ മാത്രമല്ല ത്രൂ ഔട്ട് മൈ ലൈഫ് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്, ഞാൻ എന്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് എന്റെ കയ്യിലുള്ള കാര്യമല്ല. ഞാൻ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഇരുന്ന് വിഷമിക്കേണ്ട അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്. ആ ടൈമിൽ ഞാൻ എന്നോട് തന്നെ ഞാൻ പറയുന്ന കാര്യമാണ്. കാരണം ഇതൊന്നും പറഞ്ഞുതരാൻ എനിക്ക് വരാറുമില്ല. ഐ ഹോപ്പ് സോ. എന്നെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം മോസ്റ്റ്ലി ദർ ഈസ് നോട്ട് സച്ച് കൈൻഡ് ഓഫ് പീപ്പിൾ അറൌണ്ട് യു, ഓർ ഐ ഡോണ്ട് നോ, എല്ലാവർക്കും അങ്ങനെ ആവുന്നതിൽ ഉള്ള ആൾക്കാരുണ്ടാവും. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ടച്ച് വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി. ലൈക്ക് എന്താ പറയാ, എപ്പോഴും നമ്മളോട് എല്ലാവരും നമുക്ക് പറഞ്ഞുതരാനൊന്നും ഉണ്ടാവണമെന്നില്ല. ഫോർ മീ ഐ ഡോണ്ട് തിങ്ക് സോ ദർ ആർ സച്ച് കൈൻഡ് ഓഫ് പീപ്പിൾ അറൌണ്ട് മീ. അതിനർത്ഥം എൻ്റെ കൂടെ ഉള്ളവർ മോശമാണെന്നല്ല. അവരെ സംബന്ധിച്ചോളം ആ ലെവൽ എന്റെ മൈൻഡിൽ എന്താണ് ഗോ ത്രൂ ആവണം എന്ന് ആലോചിച്ച് എനിക്ക് പറഞ്ഞുതരാൻ തക്കുള്ള ആ ഒരു ടൈം അവൈലബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ആൾക്കാർ എന്റെ ചുറ്റുമില്ല. സോ എന്നെ സംബന്ധിച്ചോളം ഞാൻ തന്നെയാണ് എന്റെ ഒരു ഷിയർ ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വീഡിയോ വർക്ക് ആയില്ല, ഓവർ തിങ്ക് ചെയ്യാണ്. ആ ടൈം ഞാൻ എന്നോട് പറയുന്ന കാര്യമാണ്, നീ നിന്റെ ബെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നീ എല്ലാ ദിവസവും ഷോ അപ്പ് ചെയ്യുന്നുണ്ട്, നീ എല്ലാ ദിവസവും ലേൺ ചെയ്യുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നീ അവിടെ എന്ത് റിസൾട്ട് വന്നു ഇല്ല എന്നുള്ള കാര്യം നിന്റെ കയ്യിലൊരു കാര്യമല്ല. അതായത് നാളത്തെ വീഡിയോ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്ത് ബെറ്റർ ചെയ്ത് ഇടാന്നല്ലാതെ അവിടെ ആവോ ഇല്ലയോ കയറോ ഇല്ലയോ ഇതൊന്നും, എത്ര ഫോളോവേഴ്സ് ആവുന്നുണ്ട്, എത്ര വ്യൂസ് വരും, ഇതൊന്നും തന്നെ മാറ്റർ ചെയ്യുന്ന ഒരു സംഭവമല്ല. യു ഡു യുവർ പാർട്ട് at the end of the day. ഹോപ്പ് വിടാതെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇഫ് ഇറ്റ് മെന്റ് ഫോർ യു ഇറ്റ് വിൽ കം, അല്ലെങ്കിൽ ഇറ്റ് വിൽ റീച്ച് ടു യു. ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൈയും കാലിട്ട് അടിക്കരുത്. ഇത് എന്നോട് ഞാൻ എപ്പോഴും റിപ്പീറ്റഡ്ലി എന്റെ മൈൻഡിൽ പറയുന്ന ഒരു കാര്യമാണ്.
ആ ഒരു പ്ലസ് പോയിന്റ് എനിക്കുള്ളതാണ്. ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സൈഡിൽ കൂടി ഒരു കൈൻഡ് ഓഫ് ഡീമൺ ലൈക്ക് ഓഫ് നെഗറ്റീവ് തിങ്കിങ് പോകുമ്പോഴും ഒരു സൈഡിൽ ഒരു ഏഞ്ചൽ ആ ഒരു കൈൻഡ് ഓഫ് ഒരു പോസിറ്റീവ് തിങ്കിങ്ങും അതിനെ ഓവർലാപ്പ് ചെയ്യാൻ ഉണ്ടാവാറുണ്ട്, എന്റെ മൈൻഡിൽ വരലുണ്ട്. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അപ്പൊ ഇങ്ങനെ സെൽഫ് ഡൗട്ട് വരുന്ന സമയത്ത് സപ്പോസ് ഞാൻ 2-3 ദിവസം ജിമ്മിൽ പോയില്ല, ഐ ഫെൽ ലൈക്ക് ഇനി എന്നെ കൊണ്ട് പറ്റില്ലേ, ഒരു കൈൻഡ് ഓഫ് സെൽഫ് ഡൗട്ട്. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ചിലർക്ക് എന്താ പറയാ, ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള അവർ ചിലപ്പോൾ അത്രയും പഠിക്കുന്ന ആൾക്കാർ 10 ദിവസം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സെൽഫ് ഡൗട്ട് വരാം. പല കാര്യങ്ങളാണ്. എനിക്ക് 2 ദിവസം പ്രോപ്പറായിട്ട് ഫുഡ്, ഞാൻ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള 1-2 ദിവസം കഴിക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാലോ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ ഐ ഫെൽറ്റ് ലൈക്ക് ആ ഒരു രീതിയിൽ. ആൻഡ് എന്താ പറയാ, ഞാൻ 5 മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-5 5-10 ആവും എണീക്കാനായിട്ട്. ഞാൻ മോസ്റ്റ്ലി ആ ഒരു 5 തന്നെ എണീക്കാൻ ട്രൈ ചെയ്യലുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 5-10 5 സമയം അയ്യോ ഇന്ന് വൈകിയല്ലോ ആ ലെവലിൽ ചിലപ്പോൾ ഒരു കൈൻഡ് ഓഫ് തിങ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് അതെ. അതേപോലെ പ്രോപ്പർ ആയിട്ട് എനിക്ക് ചില ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു സ്ട്രെച്ചിലായി വീഡിയോ എടുക്കുന്നത്. അതായത് എന്താണ് എനിക്ക് വരുന്ന ആ ലെവലിൽ പറഞ്ഞു പോലുണ്ട്. ചില സമയത്ത് എനിക്ക് സംസാരിക്കാൻ കിട്ടില്ല. ടു ബി ഓണസ്റ്റ് ദർ വുഡ് ബി ഡേയ്സ് ലൈക്ക് എന്താ പറയാ, ഞാൻ സ്റ്റക്കായി പോകുന്ന ടൈംസ് ഉണ്ട്. ഐ ഫെൽ ലൈക്ക് എനിക്ക് പ്രസന്റ് ചെയ്യാൻ കിട്ടുന്നില്ലേ, ഐ എം നോട്ട് ഗുഡ് അറ്റ് ഡൂയിങ് ദിസ് ഓർ ആ കൈൻഡ് ഓഫ് തിങ്. സോ വാട്ട് എവർ, ഈ സെൽഫ് ഡൗട്ട് വരുന്നത് റീസൺ ഇത്രയേ ഉള്ളൂ, നടക്കൂല്ലയോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ വിചാരിച്ച റിസൾട്ട് എനിക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. എന്തുകൊണ്ട് ഇന്ന് എനിക്ക് വ്യൂസ് പോകുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് വീഡിയോസ് ആവുന്നില്ല. ടു ബി ഓണസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു എൻഡ് ഗോളിനെ പറ്റി ആലോചിച്ചാണ് ഈ കറന്റ് ആക്ഷൻസിൽ സെൽഫ് ഡൗട്ട് വരുന്നത്. അപ്പൊ ഞാൻ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, സി ഒന്നും ഓവർ നൈറ്റിൽ നടക്കണം എന്നില്ല. ഒന്നും എന്തൊക്കെ ഇപ്പൊ നീ എന്തൊക്കെ ഗോ ത്രൂ ചെയ്യുകയാണെങ്കിലും നീ ഇന്ന് ചെയ്യുന്ന പ്രോസസ് എന്തായിക്കോട്ടെ അത് ഓവർ നൈറ്റിൽ നിനക്ക് ഒന്നും ലൈഫിൽ നടക്കണമെന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇന്ന് നിനക്ക് സെൽഫ് ഡൗട്ട് വരുന്നുണ്ട്, ഇന്ന് നിനക്ക് പേടിയാവുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നിനക്ക് ഭയങ്കര ഒരു ഹെസിറ്റേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താവും എങ്ങനെയാവും അറിയാതെ ഒരു കൺഫ്യൂഷൻ, ഒരു കൈൻഡ് ഓഫ് ജഡ്ജ്മെന്റ്സിന്റെ മൈൻഡിൽ നടക്കുന്നുണ്ട്. ഒക്കെ ശരിയാണ്. ബട്ട് അതൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് നീ ഇതിവിടെ നിർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഇത് നടക്കാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് നീ നിന്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നൗ യു ആർ ട്രൈങ്, റൈറ്റ്? സോ നിനക്കൊരു ഹോപ്പ് ഉണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ നടക്കാം, മേ ബി എന്നൊരു സംഭവം നിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇന്ന് നീ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർത്തിയാലോ ഇറ്റ് വുഡിൻ ഹാപ്പൻ അറ്റ് ഓൾ എവർ ഇൻ യുവർ ലൈഫ്. ഏതാ നിനക്ക് വേണ്ടേ? ഈ ഒരു ഹോപ്പ് വെച്ചിട്ട് നിന്നെക്കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് പോയിട്ട് നിന്നെക്കൊണ്ട് പറ്റാത്ത കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ലീവ് ചെയ്ത് നിന്നെക്കൊണ്ട് പറ്റുന്ന ലെവലിൽ ട്രൈ ചെയ്ത് ആ ഒരു ഹോപ്പ് വെച്ചിട്ട് പോകുന്നതാണോ നല്ലത്? ഇല്ല, മടുത്തു എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ആ ഒരു സ്വപ്നം നിന്റെ ആ ഒരു വലിയൊരു, അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം നീ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തേ. അപ്പൊ അത് വേണ്ടാന്ന് തന്നെ മനസ്സിൽ തട്ടിക്കളഞ്ഞിട്ട് മീൻസ് അത് ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്ത പോലെ ജീവിക്കുന്നതാണോ നല്ലത്? എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഡെഫിനറ്റ്ലി എന്നോട് എന്തായിരിക്കും ആൻസർ വരാ? ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു 184 days വീഡിയോസ് അവിടെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നീ ചെയ്തു. യു നീഡ് ടു ഗോ ടിൽ ദ എൻഡ്. യു നീഡ് ടു ട്രൈ യുവർ ബെസ്റ്റ്. ബാലൻസ് വാട്ട് എവർ നമുക്ക് നോക്കാം. ബട്ട് ഇന്ന് ഈ ഒരു ഇമോഷന്റെ പുറത്ത്, ഈ ഒരു സെൽഫ് ഡൗട്ടിന്റെ പുറത്ത്, ഈ ഒരു പേടിന്റെ പുറത്ത് ഇന്ന് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നീ ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യുക ചെയ്യും. ദാറ്റ് ഐ ഡിഡന്റ് ട്രൈഡ് മൈ ബെസ്റ്റ് എന്നൊരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചു. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ജേർണി. മാത്രമല്ല എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഗ്രോ ചെയ്യുന്ന ആൾക്കാരെ നോക്കിയാലും ഏത് ഫീൽഡിലേക്ക് നോക്കിയാലും അവരുടെ ലൈഫിലും ദർ വുഡ് ബി ഡേയ്സ് ലൈക്ക് ദിസ്, ദേ ഫീൽ ലോ, അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് വരുന്ന. ബട്ട് അന്ന് അവരവിടെ നിർത്തി പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് അവർ ആ ലെവലിൽ എത്തിയിട്ടുണ്ടാവണമെന്നില്ല. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഇത് നിന്റെ ഒരു ജേർണിയുടെ പാർട്ട് മാത്രമാണ്. അല്ലാതെ ഇത് നിന്റെ ഒരു എൻഡ് ഡെസ്റ്റിനേഷനോ നിന്റെ ഒരു ഫൈനൽ സംതിങ് ഒന്നുമല്ല. ഇതൊരു എൻഡ് ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ ജേർണി. യു ജസ്റ്റ് നീഡ് ടു ഗോ ത്രൂ ഇറ്റ് റൈറ്റ് നൗ. അത്രേ ഉള്ളൂ. അത്രമാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ അയ്യോ എന്താ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ലീവ് ഓൾ ദാറ്റ് ഷിറ്റ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ജേർണി. ഇത് ഇന്ന് ഗോ ത്രൂ ചെയ്യണം, ഇന്ന് കടന്നു പോകേണ്ട ഒരു കാര്യം മാത്രമാണ്. ദാറ്റ്സ് ഇറ്റ്. യു നീഡ് ടു ഗോ ഹെഡ്, കീപ് ഗോയിങ്. ഇത് ഞാൻ എന്നോട് പറയുന്നതാണ്. പലരും, എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ഇത് ആരെങ്കിലും വന്ന് അവരോട് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നുകൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിനക്കൊണ്ട് പറ്റും, പക്ഷെ എപ്പോഴും നമുക്ക് എല്ലാവരും ഒന്നും പറഞ്ഞു തരാൻ ഉണ്ടാവില്ല. ദാറ്റ് വാസ് എ റിയാലിറ്റി ഓർ ദാറ്റ് വാസ് ദ ഹാർഷ് ട്രൂത്ത് ഓഫ് ദ സൊസൈറ്റി ഓഫ് ദിസ് വേൾഡ്. ഐ ഡോണ്ട് നോ. സോ അങ്ങനെ പറഞ്ഞു തരാൻ ഇല്ലാത്ത സാഹചര്യത്തിലും നമ്മൾ നമ്മളോട് പറയണം. ബിക്കോസ് നമ്മൾ എവിടെയെങ്കിലും എത്തുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ്. നമ്മൾ എവിടെയെങ്കിലും എത്തിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരും അല്ല. ആരും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല, ആന ചേന മാങ്ങ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ യു വുഡ് ബി സിറ്റ് ലൈക്ക് ദാറ്റ് ഫോർ എവർ ഇൻ യുവർ ലൈഫ്. സോ യു നീഡ് ടു ടെൽ ദിസ് ടു യുവർ സെൽഫ് without waiting someone else to come and tell you that you need to keep going like that and all that stuff. So yeah, it's all about this video.